പമ്പാ നദിയിലെ സ്ഥിതി ആശങ്കാജനകമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. മഴ കുറഞ്ഞിട്ടും ജലനിരപ്പ് താഴുന്നില്ല. താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി മാതൃഭൂമി ന്യൂസിനോട്. പമ്പാ നദിയിലെ ജലനിരപ്പ് വീണ്ടും ഉയരുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഇനിയുള്ള പ്രശ്നം വെച്ചാൽ ഈ അപ്പർ കുട്ടനാടാണ്. കാരണം റാന്നിയിൽ നിന്ന് താഴോട്ടൊഴുകിയ പിന്നെ ആറന്മുള, ചെങ്ങന്നൂർ, തിരുവല്ലയാണ്. തിരുവല്ലയിലെ അപ്പർ കുട്ടനാടിൻ്റെ ഭാഗങ്ങളിലാണ് ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ നദിയിലെ വെള്ളം ഇന്നലെ രാത്രിയൊക്കെ കൊണ്ട് താഴ്ന്നിരുന്നു. ഇന്ന് രാവിലെ മഴ പെയ്തതുമില്ല. പക്ഷേ ഇപ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് നദിയിലെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ വെള്ളമെല്ലാം ഒഴുകി വരുന്നത് താഴോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തിരുവല്ലയിൽ ഇപ്പോൾ നമ്മൾ യോഗം ചേർന്നിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ജനപ്രതിനിധികളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് അവരവരുടെ പ്രദേശങ്ങളിലെ ഈ താഴ്ന്ന വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ അടിയന്തരമായ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ തിരുവല്ലയിൽ ചേർന്ന ഉന്നതതല യോഗം. ഇന്നലെ 950 ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ 1600ഓളം പേര് ക്യാമ്പിലുണ്ട്. ആ എണ്ണം കൂടും. ഇപ്പം ആറന്മുളയിലും അതേ സിറ്റുവേഷനാണ്. ആറന്മുളയിലാണെങ്കിലും വെള്ളം ഇറങ്ങാൻ 1.5 ദിവസത്തിൽ കൂടുതലെടുക്കും. അപ്പോൾ ആറന്മുളയിലെ ക്യാമ്പുകൾ കുറച്ചുകൂടെ നീണ്ടുപോകും. അവിടെയും ഈ പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ മാലക്കരയിലെ ജലനിരപ്പ് ഉയർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുളയിലെ മറ്റു പ്രദേശങ്ങളിലേക്കും അത് വ്യാപിക്കും. അതുകൂടെ കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോൾ ആറന്മുളയിലും അഡീഷണൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പുകളിൽ എല്ലാ കാര്യങ്ങളും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാദേശികമായി പണം ചെലവഴിച്ചാൽ സർക്കാർ റീഇംബേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സാമ്പത്തികമായ ഒരു പ്രശ്നമൊന്നും ക്യാമ്പിൽ ഉണ്ടാകരുതെന്ന് ഉള്ളതുകൊണ്ട്.